ഹലോ. ചാപ്റ്റർ 12 ഗംഗ കി കഹാനി. നിങ്ങൾ ആത്മകഥ എന്ന് കേട്ടിട്ടുണ്ടോ? ഓരോ ആളുകളും അവരുടെ കാര്യങ്ങള് അവര് തന്നെ എഴുതി പബ്ലിഷ് ചെയ്യുന്നതിനാണ് ആത്മകഥ അല്ലെങ്കിൽ ബയോഗ്രഫി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഗംഗ കി കഹാനി. ഗംഗ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നദിയാണ്, റിവർ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഗംഗയുടെ കഥ ഗംഗ തന്നെ പറയുന്നതായിട്ടാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. മേരാ ജന്മ ഹിമാലയ കി ഗോദ് മേ ഹുവാ താ. എന്റെ ജന്മം ഹിമാലയത്തിന്റെ ലാപ്പിലാണ്, ഹിമാലയത്തിന്റെ മടിയിലാണ് നടന്നിരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നാണ് ഗംഗാ നദി ഒഴുകി തുടങ്ങുന്നത്. നന്നി സി ധാര കെ രൂപ മേ ഉത്തരാഖണ്ഡ് കെ ഉത്തരകാശി ജൻപദ് മേ സ്ഥിത രൂപത്തിൽ. ഉത്തരാഖണ്ഡ് കെ ഉത്തരകാശി ജൻപദ്, ഉത്തരാഖണ്ഡിലുള്ള ഉത്തരകാശി എന്ന ഡിസ്ട്രിക്റ്റില് സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രി ഹിമപത്. ഹിമപത് എന്ന് പറഞ്ഞ ഗ്ലേഷ്യർ. ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഞാൻ ഉത്ഭവിക്കുന്നത്. ആ സ്ഥലത്തിന്റെ, ഞാൻ ഉത്ഭവിക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ് ഗോമുഖ്. ജിസെ ഗോമുഖ് കേത്തെ ഹെ. ഗോമുഖ് എന്നാണ് വിളിക്കുന്നത്. ഗോമുഖ് സെ थोड़ा नीचे गंगोत्री में मेरा भव्य मंदिर है जहां देश भर से तीर्थयात्री आते हैं. ഗോമുഖിൽ നിന്ന് കുറച്ച് താഴെ ഗംഗോത്രിയില് എന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള മന്ദിറുണ്ട്, അമ്പലമുണ്ട്. അവിടെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും വർഷം മുഴുവൻ ആളുകള് പ്രാർത്ഥിക്കാൻ വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി വരാറുണ്ട്. രാജാ ഭഗീരഥ് നെ ഇസ് സ്ഥാൻ പർ തപസ്യ കീ തി. രാജാ ഭഗീരഥ് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് കാലത്ത് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവാണ്. പണ്ട് കാലത്ത് സ്വർഗത്തിലായിരുന്ന ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഗംഗാ നദിയായിട്ട് ഭൂമിയിൽ പ്രതിഷ്ഠിച്ചത് രാജാ ഭഗീരഥ് കാരണമാണെന്ന ഐതിഹ്യം പലരും വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലിയെ മേരാ നാം ഭാഗീരഥി ബി ഹേ. ഭാഗീരഥ് മഹാരാജാവ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് എന്റെ പേര് ഭാഗീരഥി എന്നും ഉണ്ട്. ഗംഗാ നദിക്ക് ഭാഗീരഥി എന്ന് വേറൊരു പേരും കൂടി ഉണ്ട്. यहाँ से मैं नीचे दुलकली चली और मेरा रूप और निखरने लगा. ദുലക്തി എന്ന് പറഞ്ഞ താഴേക്ക് ഒഴുകുക. ഈ ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒഴുകി പോകുന്നതിനനുസരിച്ച് എന്റെ രൂപവും വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ കൂടുതൽ കൂടുതൽ വലുതും ഭംഗിയുള്ളതുമായിട്ട് മാറുന്നുണ്ട്. पहाड़ों को चीरती चट्टानों से टकराती हुई ഉച്ചൽത്തി കൂത്തി മേ ആകെ ബഡ്ത്തി ഗയി. പർവ്വതങ്ങളെ സെപ്പറേറ്റ് ചെയ്തതിന്റെ ഉള്ളിൽ കൂടെ ചട്ടാനോൻസെ, ചട്ടാനോ എന്ന് പറഞ്ഞാൽ റോക്കുകൾ, റോക്കുകളിലൊക്കെ ഇടിച്ച് ടെക്കരാത്തി ഹുയി ഉച്ചൽത്തി കൂത്തി മുന്നോട്ട് നീങ്ങി ചാടി തുള്ളി മേ ആകെ ബഡ്ത്തി ഗയി. അപ്പൊ ആ നദിയുടെ ഒഴുക്കിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദേവപ്രയാഗ് മേ മുജ്സെ അലഗ് നന്ദ ആമിലി. അങ്ങനെ മുന്നോട്ട് ഒഴുകി ഒഴുകി ദേവപ്രയാഗ് എന്ന സ്ഥലത്തെത്തുമ്പോ എന്നില് അളകനന്ദ ആമിലി. അളകനന്ദ എന്ന നദി ഗംഗാ നദിയെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. അതിനുശേഷം ആ രണ്ട് നദികളും ചേർന്ന് ഒരു നദിയായിട്ടാണ് മുന്നോട്ടൊഴുകുന്നത്. ഋഷികേശ് പൗഞ്ച്നെ പർ മേ മേദാൻ മേ ഉദരായി. അതുവരെ മലകൾക്കിടയിലൂടെ ഒഴുകിയ നദി ഋഷികേശിലെത്തുമ്പോ പ്ലെയിൻസിലാവും, പിന്നെ നേരെ സമതല പ്രദേശത്തില് ഒഴുകാൻ തുടങ്ങും. യഹാം മേരെ കിനാരെ പർ സാധു സന്തോ ഓർ മഹാത്മാവോ കെ ആശ്രം ഹേ. അതിനുശേഷം എന്റെ കരയിൽ, എന്റെ ബാങ്ക്സിൽ കുറെ സന്യാസിമാരുടെയൊക്കെ ആശ്രമങ്ങളുണ്ട്. ബോത് സെ നഗർ മേരെ തട് പർ ബസ് ഗയേ ഹേ. അതുകൂടാതെ എന്റെ തീരങ്ങളിലായിട്ട് പല പല നഗരങ്ങള് രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു നദിയുടെ തീരത്തായിട്ടാണ് ആളുകൾ വീട് വെക്കാനും മെല്ലെ മെല്ലെ അവിടെ നഗരം കെട്ടിപ്പടുക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ളത്. കാരണം വെള്ളം അവൈലബിൾ ആയിരിക്കും അല്ലെ. കൈ കാർഖാനെ ഗുലേഗയെ. അതുപോലെ തന്നെ കുറെ ഫാക്ടറികൾ, കാർഖാനെ എന്ന് പറഞ്ഞ ഫാക്ടറികളും എന്റെ തീരത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇൻ സബ്കോ മെഹി പാനി പൗഞ്ചാത്തി ഹൂ. അതിനൊക്കെയുള്ള വെള്ളം കൊടുക്കുന്നത് ഞാനാണ്. ആരാണ് ഈ ഞാൻ? ഗംഗാ നദിയാണ്.
ऋषिकेश और हरिद्वार मेरे किनारे पर बसे പ്രസിദ്ധ തീർത്ഥ है. ഋഷികേശ്, ഹരിദ്വാർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പിൽഗ്രിമേജ് സെന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇത് എന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. यहाँ का प्राकृतिक दृश्य और वातावरण बहुत शांत है. ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ, നേച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ശാന്തമാണ്. हरिद्वार में हर 12 वर्ष बाद कुंभ का मेला लगता है. ഹരിദ്വാറില് ഓരോ 12 വർഷത്തിലും കുംഭമേള എന്നൊരു വളരെ വലിയ ഫെയർ നടക്കാറുണ്ട്. हरिद्वार के पास से एक नहर निकाली गई है जिसे गंगा नहर कहते हैं. ഹരിദ്വാറിന്റെ അടുത്ത് നിന്ന് ഒരു നെഹർ എന്ന് പറഞ്ഞാൽ ഒരു കനാലാണ്. നാച്ചുറൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന റിവറിൽ നിന്ന് മനുഷ്യന്മാര് കനാൽ വെട്ടി ദൂര സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കും. അപ്പൊ അതിനാണ് നെഹർ എന്ന് പറയുന്നത്. ഹരിദ്വാറിന്റെ അടുത്തുനിന്ന് ഒരു നെഹർ നികാലി ഗയി ഹെ, അതിന്റെ പേരാണ് ഗംഗാ നെഹർ. लाखों एकड़ भूमि को सींचती हुई यह नहर उत्तर प्रदेश के कानपुर जनपद पहुंचती है. വളരെയധികം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയിലേക്ക് വെള്ളം കൊടുത്തിട്ട്, സീൻസ്തി എന്ന് പറഞ്ഞ ഇറിഗേഷന് വേണ്ടി വെള്ളം കൊടുക്കുക, കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിക്ക് വെള്ളം കൊടുത്ത് അവസാനം ഈ നെഹർ കാൺപൂർ ജൻപദ് പहुंचती है. കാൺപൂർ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. मैं भी घूमती घामती कानपुर पहुंच जाती हूँ. അങ്ങനെ ഞാനും അതിന്റെ കൂടെ കാൺപൂരിൽ എത്തുന്നതാണ്. കാൺപൂർ ഭാരത് കാ പ്രസിദ്ധ ഔദ്യോഗിക് നഗർ ഹെ. ഇന്ത്യയിലുള്ള പ്രസിദ്ധമായ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്റ്റ് ആണ് കാൺപൂർ. യഹ് കപ്പടെ, ചമട്ടെ और ലോഹെ के कारखाने हैं. കാൺപൂരില് വസ്ത്രങ്ങളുടെയും അതുപോലെ ലെതറിന്റെയും അതുപോലെ അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെയും ഒക്കെ ഫാക്ടറികളുണ്ട്. ഇൻ കാർഖാനോं को पानी मुझसे ही मिलता है. ഈ ഫാക്ടറികൾക്കൊക്കെ വെള്ളം കിട്ടുന്നതും എന്നിൽ നിന്നാണ്, ഗംഗാ നദിയിൽ നിന്നാണ്. കാൺപൂർ സെ ചൽക്കർ മേ പ്രയാഗ്രാജ് പहुंचती हूँ. അങ്ങനെ കാൺപൂരിൽ നിന്ന് താഴേക്ക് ഒഴുകി ഒഴുകി ഞാൻ പ്രയാഗ്രാജ് എന്ന സ്ഥലത്ത് എത്തുന്നതാണ്. यहाँ यमुना से मेरा സംഗം होता है. മുമ്പ് അളകനന്ദ നദി മീറ്റ് ചെയ്ത പോലെ പ്രയാഗ്രാജിലെത്തുന്ന സമയത്ത് ഗംഗയിൽ യമുന നദിയും മീറ്റ് ചെയ്യുന്നുണ്ട്. സംഗം होता है. इस संगम पर भी प्रत्येक 12वें वर्ष കുംഭ का मेला लगता है. ഈ ഒരു സംഗമത്തിലും 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്താറുണ്ട്. इस मेले में देश के कोने कोने से लाखों लोग आते हैं. ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ പല കോണിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്താറുണ്ട്. मैं फिर आगे बढ़ती हूँ. അതിനുശേഷം ഞാൻ വീണ്ടും മുന്നോട്ട് ഒഴുകുന്നതാണ്. ചൽത്തേ രഹന ബഹത്തെ രഹന ഹി മേരാ കാം ഹേ. എങ്ങനെ ഒഴുകി ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നതാണ് എന്റെ കർമ്മം, എന്റെ ജോലി. മേ വാരണാസി പहुंचती हूँ. അങ്ങനെ താഴേക്ക് വീണ്ടും ഒഴുകി വാരണാസിയിൽ എത്തുന്നതാണ്. ഇസ് നഗർ കാ ദൂസറാ നാം കാശി ഹേ. വാരണാസിയുടെ വേറൊരു പേരെന്താണ്? കാശി. യഹ് ബഹുത് ബഡാ തീർത്ഥ ഹേ. ഇതും വൺ ഓഫ് ദ വെരി ഫേമസ് പിൽഗ്രിമേജ് സെന്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് വാരണാസി അല്ലെങ്കിൽ കാശി. वाराणसी से आगे बढ़ने पर मैं कई नदियों को अपनी गोद में लेती हुई ബീഹാർ राज्य में पहुंचती हूँ. വാരണാസിയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പല നദികളെയും തന്നോട് ചേർത്തിട്ട്, പല നദികളെയും അതിന്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒഴുകി ഒഴുകി ബീഹാർ എന്ന സ്റ്റേറ്റിലെത്തും. यहाँ से पटना, बगलपुर आदि नगरों से होती हुई मैं पश्चिम बंगाल में प्रवेश करती हूँ. അവിടെ നിന്ന് പാട്ന, ബാഗൽപൂർ എന്നീ നഗരങ്ങളിലൂടെയൊക്കെ ഒഴുകി അത് പശ്ചിം ബംഗാളില് പ്രവേശനം ചെയ്യും, എൻട്രി ചെയ്യും. പശ്ചിം ബംഗാൾ മേ മേരി ദോ ധാരായൻ ഹോ ജാത്തി ഹെ. പശ്ചിം ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ ഗംഗാ നദി 2 ഭാഗമായിട്ട് പിരിയും. ദോ ധാരായൻ ഹോ ജാത്തി ഹെ. ഏക് ധാര ബംഗ്ലാദേശ് കോ ചലി ജാത്തി ഹെ.
അതിൽ ഒരു ധാര ബംഗ്ലാദേശിലേക്ക് ഒഴുകിപ്പോകും. വഹാ ഉസ്കാ നാം പദ്മ പട് ഗയാ ഹെ. ബംഗ്ലാദേശിലേക്ക് കയറിയതിനു ശേഷം ആ നദിയുടെ പേര് പിന്നെ ഗംഗാ നദി എന്നല്ല, അത് വേറെ രാജ്യമാണല്ലേ. അവര് ആ രാജ്യത്ത് ഈ നദിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പദ്മ, പദ്മ നദി. ദൂസരി ധാര, രണ്ടാമത്തെ ധാര കൊൽക്കത്ത, കൽക്കത്തക്ക് ഓർ ജാത്തി ഹെ, കൽക്കത്തയിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. വഹാ മുജെ ഹൂഗ്ലി ബി കേത്തെ ഹെ. അപ്പോ കൽക്കത്തയിൽ എത്തിക്കഴിയുന്ന സമയത്ത് ഗംഗാ നദിക്ക് അവർ വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, അതാണ് ഹൂഗ്ലി. ഹൂഗ്ലി നദി കൽക്കത്തയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നദിയാണ് അല്ലെ. അത് മറ്റൊന്നുമല്ല, ഗംഗാ നദി തന്നെയാണ്. अंत में बंगाल की घाटी में समुद्र से मिल जाती है. അധിക നദികളും ഒരു പർവ്വത പ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒഴുകി 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 അവസാനം അതൊരു സമുദ്രത്തിലാണ് ചെന്ന് ചേരുന്നത്, ഒരു സീയിലാണ് അത് ചെന്ന് ചേരുന്നത്. അപ്പൊ ഇവിടെ ഗംഗാ നദിയും ഒഴുകി ഒഴുകി അവസാനം ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരും. മുജെ ഭാരതവാസി പവിത്ര നദി മാൻതേ ഹെ. ഭാരതീയരായിട്ടുള്ള നമ്മൾ അല്ലെ ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകള് ഗംഗാ നദിയെ പവിത്രമായ സേക്രഡ് ആയിട്ടുള്ള നദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഗംഗോത്രി സെ നികൽത്തെ സമയ മേരാ ചാന്ദി ജൈസ ചമക്കീല രൂപ് രഖ്താ ഹെ. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജില് എന്നെ കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്. किंतु मुझे दुख है कि काशी पहुंचते पहुंचते मेरा चमकीला रंग मटमेला हो जाता है. പക്ഷെ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഭംഗിയായിട്ട് അത്രയും ക്ലിയർ വാട്ടർ ആയിട്ട് ഒഴുകുന്ന ഞാൻ കാശിയിൽ എത്തുമ്പോഴേക്ക് ആകെ വൃത്തികേടായിച്ച്, മട്മേല എന്ന് പറഞ്ഞാൽ ആകെ ചളിയൊക്കെ നിറഞ്ഞതായിച്ച് മാറും. कारखानों और शहरों का गंदा पानी मेरा जल को दूषित कर देता है. ഫാക്ടറികളിൽ നിന്ന് ഒഴുകുന്ന വേസ്റ്റും പിന്നെ അതുപോലെ നഗരങ്ങളിൽ നിന്ന് ഒഴുകുന്ന വേസ്റ്റ് വെള്ളവും ഒക്കെ എന്നിൽ ചേർന്ന് എന്റെ വെള്ളത്തിനെ ഭയങ്കരമായിട്ട് മോശം വെള്ളമാക്കി മാറ്റുന്നതാണ്. ഗന്ദാ പാനി മോശമാക്കി മാറ്റുന്നതാണ്. लेकिन मुझे अब इस बात की प्रसन्नता है कि इस और लोगों का ध्यान गया है. ഇപ്പൊ എനിക്ക് ആകെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ആളുകൾക്ക് നദി വൃത്തികേടാക്കരുത് അല്ലെങ്കിൽ നദി വൃത്തികേടാകുന്നുണ്ട് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് എന്റെ ഏക ഹാപ്പിനെസ്. മേരെ ജൽ കോ ശുദ്ധ കർനെ കെ പ്രയാസ് ആരംഭ ഹോ ഗയേ ഹൈ. എന്റെ വെള്ളം വീണ്ടും ശുദ്ധമാക്കി മാറ്റാൻ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. मुझे उस दिन की प्रतीक्षा है जब मेरा जल वैसा ही स्वच्छ और निर्मल हो जाएगा जैसा गंगोत्री से निकलते समय रहता है. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്റെ ജലം വീണ്ടും പഴയതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ഞാൻ ഗംഗോത്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വെള്ളം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആവുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഗംഗ പറയുന്നത്. ഗംഗാ നദി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരു നദികളും നമ്മള് വേസ്റ്റും ഒന്നും വലിച്ചു ചേർന്ന് അതിനെ മോശമാക്കാൻ പാടില്ല. നമുക്ക് എല്ലാ കാര്യത്തിനും വെള്ളം തരുന്ന നദികളെ നമ്മൾ എപ്പോഴും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ന്യൂ വേർഡ്സും അതിന്റെ മീനിങ്സും നോക്കാം. ധാര, ഒരു ചെറിയ വാട്ടർ സ്ട്രീം, സ്ട്രീം. ഹിമനദ് എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ. ഗോമുഖ്, ഗംഗാ നദി ഉത്ഭവിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ പേരാണ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പേരാണ് ഗോമുഖ്. തീർത്ഥയാത്രി, പിൽഗ്രിംസ്, തീർത്ഥാടനത്തിനായി പോകുന്ന ആളുകൾ. തപസ്യ, തപസ് ചെയ്യുക, ഡീപ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിനാണ് തപസ് ചെയ്യുക എന്ന് പറയാം. നിഖർനെ, നിഖർന എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭംഗിയാവുക. ചട്ടാൻ, റോക്സ് അല്ലെങ്കിൽ പാറകൾ. മൈദാൻ, പ്ലെയിൻ ഗ്രൗണ്ട്. ആശ്രം, ആശ്രമം. തഡ്, അതിന്റെ തീരത്ത്, നദിയുടെ തീരമാണ് നദീതട്. കാർഖാനെ എന്ന് പറഞ്ഞാൽ ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. പ്രാകൃതിക്, നാച്ചുറൽ. കുംഭ് കാ മേള അല്ലെങ്കിൽ കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഫെയർ ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. നഹർ, കനാൽ. സീൻസ്തി, സീൻസ്ന എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ,
കൃഷിക്കായിട്ട് വെള്ളം കൊടുക്കുന്നതിനാണ് സീഞ്ചന എന്ന് പറയാം. ഔദ്യോഗിക് നഗർ എന്ന് പറഞ്ഞാൽ കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഇൻഡസ്ട്രിയൽ സിറ്റി. സംഗം, കൺഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്, രണ്ട് നദികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് സംഗം. ബംഗാൾ കി ഗാഡി, ഫൈനലി അത് എത്തിച്ചേരുന്നത് ബേ ഓഫ് ബംഗാൾ എന്ന കടലിലാണ്. പവിത്ര എന്ന് പറഞ്ഞാൽ സേക്രഡ്, പവിത്രമായ. മഡ്മേല, മഡ്ഡി അയച്ചുള്ള, വൃത്തികേടായിട്ടുള്ള. ദൂഷൻ, ദൂഷൻ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ. പ്രയാസ് എന്ന് പറഞ്ഞാൽ എഫേർട്ട് ഇടുക. പ്രതീക്ഷ, വെയിറ്റിംഗ്, പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ഇനി എക്സസൈസിലേക്ക് പോവാം. नीचे दिए गए चित्र को देखिए और इनमें दिखाए गए पानी के स्रोत का नाम बताइए. ഇവിടെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് വാട്ടർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും പേര് ഹിന്ദിയിൽ എങ്ങനെയൊക്കെയാ പറയാ? ഫസ്റ്റ് വൺ റിവർ ആണല്ലേ, റിവറിന്റെ ഹിന്ദിയാണ് നദി. നെക്സ്റ്റ് ഇതൊരു വാട്ടർഫോൾ ആണ്, ഝർണ. ഇനി ഒരു ഹാൻഡ് പമ്പ് ആണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഗ്ലേഷ്യർ. അതിനുശേഷം വെൽ, വെല്ലിന് കുവ, പിന്നെ ഒരു പോണ്ട്, താലാബ്. आपके निवास स्थान के आसपास कौन सी नदी और नदियां बहती है? അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തൂടെ ഏതെങ്കിലും ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഏത് നദിയാണെന്ന് എഴുതുക. സെക്കൻഡ്, ആപ്കെ ഘർ മേ പാനി കഹാൻ സെ ആത്തെ ഹെ? നിങ്ങളുടെ വീട്ടില് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ചില ആളുകൾക്ക് പൈപ്പിൽ വരും, ചില ആൾക്ക് കോർപ്പറേഷൻ ടാങ്കിലേക്ക് വെള്ളം വരും, ചില ആളുകൾ കിണറിൽ നിന്ന് നേരിട്ട് എടുക്കുകയായിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെള്ളം വരുന്നത് എന്ന് എഴുതുക. ഒരു എക്സാമ്പിൾ, മേരെ ഘർ മേ പാനി കുആ ഓർ നൽ സെ ആതാ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, आप नदियों के जल को प्रदूषित होने से किस प्रकार बचा सकते हैं? इस बारे में कक्षा में चर्चा कीजिए. നദികളൊക്കെ പൊല്യൂട്ടഡ് ആയി പോവാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നദിയോമേ കൂടാ കച്ചറ നെഹി ഫേക്കെങ്കെ, ഒരു വേസ്റ്റും റിവറിലേക്കൊന്നും വലിച്ചെറിയാതിരിക്കുക. ഗന്ദാ പാനി ഓർ രസായൻ നദിമേ നെഹി ചോടേങ്കെ, വേസ്റ്റ് വാട്ടർ ഒന്നും നദിയിലേക്ക് ഒഴുക്കി വിടരുത്. നദിമേ കപ്പടെ ഓർ ബർത്തൻ നെഹി ധോയെങ്കെ, ചില ആളുകളൊക്കെ നദിയിൽ വസ്ത്രങ്ങൾ അലക്കുകയും പാത്രങ്ങൾ കഴുകുകയും ഒക്കെ ചെയ്യും അല്ലെ, അതൊന്നും ചെയ്യാൻ പാടില്ല, റിവർ പൊല്യൂട്ടഡ് ആയി പോകും. ലോഗോं को നദി സാഫ് രഖ്നെ കെ ലിയെ ജാഗരൂക് കരേങ്കെ, നദികളൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി ആളുകളെ അവെയർ ആക്കും, അവരെ അതിനെ ബോധവാന്മാരാക്കാൻ നിങ്ങൾക്ക് പറ്റും. അടുത്തത് പാഴ്സെ. निम्नलिखित प्रश्नों के सही उत्तर पर जल की बूंद का चित्र बनाइए. एक से अधिक विकल्प भी सही हो सकते हैं. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യണം. मेरा जन्म हिमालय की गोद में हुआ था. इस वाक्य में मेरा शब्द किसके लिए आया है? ചാപ്റ്ററിൽ മേര ആരെ പറ്റിയായിരുന്നു പറഞ്ഞത്? ഗംഗാ നദി. लेकिन मुझे अब इस बात की प्रसन्नता है कि इस और लोगों का ध्यान गया है. എനിക്കിപ്പം വളരെ സന്തോഷമുണ്ട്, ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് പോയിട്ടുണ്ട്. യഹാം കിസ് ഓർ ധ്യാൻ ജാനേക്ക് ബാത് കഹി ഗയി ഹെ. ഇവിടെ ആളുകളുടെ ശ്രദ്ധ എങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗംഗാമേ പ്രദൂഷൺ കി ഓർ, ഗംഗയില് പൊല്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗംഗാ കെ ചംകീലെ രംഗ് കെ ഓർ അല്ല, ഗംഗാ ജൽ കി പവിത്രത കി ഓർ. പവിത്രത എന്ന് പറഞ്ഞാൽ അത് പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്, നമ്മൾ എക്കാലം അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്, ഇപ്പൊ പുതിയതായിട്ട് പോയതല്ല. പക്ഷെ വെള്ളം വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഗംഗാ കി ധാരാവും കി ഓർ. അടുത്തത്, ജൽ പ്രദൂഷൺ കിൻ കാരണോ സെ ഹോത്താ ഹെ. വെള്ളം എന്തൊക്കെ രീതിയിലാണ് പൊല്യൂട്ടഡ് ആവുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടാണ് വെള്ളം പൊല്യൂട്ടഡ് ആയി പോകുന്നത്? कारखानों और नगरों द्वारा नदियों में डाले जाने वाले अपशिष्ट से, വെള്ളത്തിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നത് കൊണ്ടാണോ? അതെ. കാർഖാനോ കെ ധുവേ സെ, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പുക കാരണമാണോ? അല്ല, പുക കാരണം എയർ പൊല്യൂഷൻ ആണ് സംഭവിക്കുന്നത്, വാട്ടർ പൊല്യൂഷൻ അല്ല.
നദി തഥാ താലാബ് മേ സ്നാൻ കർണേ സേ. നദിയിലും പോണ്ടിലും ഒക്കെ കുളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം ചീത്തയാകും. അത് ഒരു കറക്റ്റ് ഓപ്ഷൻ ആണ്. തേജ് ആവാജ് മേ ഭോപ്പു ബജാനെ സേ. ഉറക്കെയുള്ള ശബ്ദം കൊണ്ട് നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവില്ല. यहाँ यमुना से मेरा संगम होता है. इस वाक्य में संगम संगम शब्द का भाव है യമുനയുമായി എന്റെ സംഘം നടക്കുന്നു. എന്താണ് ഈ സംഗമം എന്ന് പറഞ്ഞ? സംഘം എന്ന് പറഞ്ഞ രണ്ട് നദികൾ കൂടിച്ചേർന്ന് ഒരുമിച്ച് ഒഴുകി പോകുന്നതിനാണ് അല്ലെ. അപ്പൊ ഏക് സെ അധിക് നദിയോ കാ ആപ്പസ് മേ മിൽന. ഒന്നോ അതിലധികമോ നദികൾ ഒരുമിച്ച് ചേരുന്നതിനാണ് സംഘം എന്ന് പറയുന്നത്. വിപരീത് ദിശ കി ഓർ ബഹന അല്ല. ദോ ധാരാവോ മേ ബാട്ട് ജാന. രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നതിനല്ല. ദോ ധാരാവോ കാ മിൽക്കർ ബഹന. രണ്ടും കൂടി ഒരുമിച്ച് നീങ്ങുന്നതിനാണ്. ആ ഒരു പോയിന്റിനാണ് സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഇതും കറക്റ്റ് ആൻസർ ആണ്. नीचे दिए गए प्रश्नों के उत्तर अपनी लेखन पुस्तिക में लिखिए. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഓരോന്നിന്റെ ആയിട്ട് ആൻസേഴ്സ് നിങ്ങൾ ബുക്കിൽ എഴുതണം. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഗംഗാ നദി കെ കിനാരെ ബസെ കുച്ച് നഗരോं के नाम लिखिए. ഗംഗാ നദിയുടെ തീരത്തുള്ള കുറച്ച് നഗരങ്ങളുടെ പേരുകൾ എഴുതാമോ? ബുക്കിലുള്ളത് ഏതൊക്കെയാണ്? ഋഷികേശ്, ഹരിദ്വാർ, കാൺപൂർ, പ്രയാഗ്രാജ്, വാരാണസി, പട്ന, ഭാഗൽപൂർ, കൊൽക്കത്ത, അങ്ങനെയൊക്കെ അല്ലേ. गंगा के तट पर बसे औद्योगिक नगरों से गंगा को क्या हानि हुई है? ഗംഗാ നദിയുടെ തീരത്തുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ് കാരണം ഗംഗയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്? कारखानों का गंदा पानी गंगा में मिलकर उसके जल को प्रदूषित करता है. ഇൻഡസ്ട്രിയിൽ നിന്നോ ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന വാട്ടർ ഗംഗാജലവുമായി മിക്സ് ആയിട്ട് അതിന്റെ വെള്ളം പൊല്യൂട്ടഡ് ആയി പോകുന്നുണ്ട്. कुंभ का मेला कब कब और कहां कहां लगता है? हर 12 वर्ष बाद हरिद्वार और प्रयागराज में कुंभ का मेला लगता है. ഇത് ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിരിക്കുകയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്തും കുംഭമേള നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. गंगोत्री से निकलते समय मेरा चांदी जैसा चमकीला रूप रहता है, किंतु मुझे दुख है कि काशी पहुंचते पहुंचते मेरा चमकीला रंग मटमेला हो जाता है. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള വാട്ടർ ആണ്, പക്ഷെ കാശിയിലെത്തുമ്പോഴേക്ക് അതെല്ലാം മഡ്ഡിയായിട്ട് മാറുന്നുണ്ട്. ഉപയുക്ത വാക്യ से संबंधित निम्नलिखित प्रश्नों के उत्तर लिखिए. यहाँ पर चांदी जैसे चमकीले रूप से क्या तात्पर्य है? ഇവിടെ ചാന്തി ജैसे ചമക്കീല രൂപ് എന്തിനെയാണ് അത് മീൻ ചെയ്തിരിക്കുന്നത്? എന്തിനെയാണ്? ഗംഗാ കാ ജൽ ബഹുത് സ്വച്ഛ്, നല്ല ക്ലീനും നിർമ്മൽ और ചമക്ദാർ होता है. നല്ല ക്ലീനും സ്പാർക്ലിംഗ് അത്രയും വൃത്തിയുള്ളതുമായിട്ടുള്ള വെള്ളമാണ് ഗംഗയുടെ ഇനീഷ്യൽ സ്റ്റേജിന്. അതിനാണ് ചാന്തി ജैसे ചമക്കീലെ രൂപ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കാശി പहुंचते पहुंचते ഗംഗാ കാ ചമക്കീല രംഗ് മട്മേല ക്യോं हो जाता है? എന്തുകൊണ്ടാണ് അത് വൃത്തികേടായി പോകുന്നത്? कारखानों और शहरों का गंदा पानी गंगा में मिल जाने से. ഫാക്ടറികളിലെയും അതുപോലെ നഗരങ്ങളിലെയും ഒക്കെ ഗന്ദാ പാനി മോശമായ വെള്ളം ഗംഗാ വാട്ടറിൽ മിൽ ജാനെ സെ മിക്സ് ആവുന്നത് കൊണ്ടാണ് ചീത്തയാകുന്നത്. कार्ड के आधार पर सही कदम के आगे टिक या गलत कदम के आगे क्रॉस का चिन्ह लगाइए. ഇവിടെ ശരിയായതിന്റെ നേരെ ടിക്ക് മാർക്ക് ചെയ്യണം, തെറ്റായതിന്റെ മേലെ ക്രോസ് ചെയ്യണം. ഗംഗാ കെ കിനാരെ കൈ തീർത്ഥ സ്ഥാൻ ഹൈ. കറക്റ്റ് ആണ് അല്ലേ. ഗംഗാ കാ ജന്മ ആരാവലി കി ഗോദ് മേ ഹുവാ. ആണോ? ആരാവലിയിലല്ല, ഹിമാലയ കി ഗോദ് മേ ഹുവാ ഹൈ. അപ്പൊ അത് തെറ്റാണ്. कारखानों का गंदा पानी गंगा के जल को दूषित कर रहा है. അതെ, ഫാക്ടറിയിലെ വെള്ളം ഗംഗയെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. गंगा का एक नाम भागीरथी है. കറക്റ്റ് ആണ്. പശ്ചിम बंगाल में गंगा की 3 धाराएं हो जाती है. തെറ്റാണ്. 2 ധാരായം ആണല്ലേ ആയി മാറുന്നത്. मिलान कीजिए. स्तंभ का और स्तंभ खा का आपस में मिलान कीजिए. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നതും റൈറ്റ് സൈഡും ആയിട്ട്
കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഗംഗാക്ക ഉദ്ഭവ് എവിടെ നിന്നാണ്? ഗോമുഖ്. അത് കറക്റ്റ് ആയിട്ട് അവിടെ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ദേവപ്രയാഗ്. അളകനന്ദ നദിയും ഗംഗാ നദിയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ദേവപ്രയാഗ്. ഔദ്യോഗിക് നഗർ കാൺപൂർ. ബംഗ്ലാദേശില് പദ്മ നദി എന്നാണ് ഗംഗാ നദി അറിയപ്പെടുന്നത്. തീർത്ഥസ്ഥാൻ വാരണസി. ഭാഷ की बात. यहाँ यमुना से मेरा संगम होता है. इस वाक्य में होता शब्द होना क्रिया का रूप है. അത് സംഭവിക്കുകയാണ്, അത് ആവുകയാണ്, അങ്ങനത്തെ മീനിങ് ആണ് ഇവിടെ ഹോത്ത എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. निम्नलिखित वाक्यों में होना क्रिया के विभिन्न रूपों का प्रयोग करते हुए रिक्त स्थानों की पूर्ति कीजिए. ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസുകളിലും ഹോന എന്ന ക്രിയയുടെ പല രൂപങ്ങൾ കൊടുത്തത് ഫില്ല് ചെയ്യാം. फर्स्ट, आप जब भी आते हैं मुझे बहुत प्रसन्नता होती है. कुंभ के मेले में लाखों लोग सम्मिलित होते. आपके മാതാപിതാ आपकी പ്രതീക്ഷ कर रहे. വേണമെങ്കിൽ ഹേ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹോഗേ. ഓക്കെ, ഇതിന്റെ ഒക്കെ പല ഇനിയും വേറെ രീതിയിലുള്ള വാക്കുകളും ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. നിങ്ങൾക്ക് വേറെ വാക്കുകളാണ് അറിയുന്നതെങ്കിൽ അത് എഴുതാം. पहाड़ों का मौसम बड़ा सुहावना होता है. यह काम कल ही होना था परंतु किसी कारण से नहीं हो पाया. कार्ड में हिमालय शब्द हिम और आलय शब्दों से मिलकर बना है. इसी प्रकार नीचे लिखे शब्दों को मिलाकर नया शब्द बनाइए. ഹിമാലയ് എന്ന് പറഞ്ഞാൽ ഹിം പ്ലസ് ആലയ്, അതാണ് ഹിമാലയ്. അതുപോലെ ഇവിടെ മിഡിൽ ആലയ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വേർഡുകൾ എഴുതാം. ഭോജൻ പ്ലസ് ആലയ് ഭോജനാലയ്. പുസ്തക് പ്ലസ് ആലയ് പുസ്തകാലയ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ദേവ് പ്ലസ് ആലയ് ദേവാലയ്, അമ്പലമാണ് ദേവാലയ്. വിദ്യ പ്ലസ് ആലയ് വിദ്യാലയ്. മേഘ് പ്ലസ് ആലയ് മേഘാലय. മേഘാലय ഒരു സ്ഥലമാണ്. अब अपने बनाए हुए शब्दों का अपनी लेखन पुस्तिका में वाक्यों में प्रयोग कीजिए. അത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി തന്നെ ചെയ്യണം. ഈ വാക്കുകളൊക്കെ ഒരു വാക്യമായിട്ട് എഴുതാം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ മാത്രം നോക്കാം. भोजनालय में सभी को स्वच्छ भोजन मिलता है. हमारे विद्यालय में एक बड़ा पुस्तकालय है. हम देवालय में पूजा करने जाते हैं. विद्यालय में हमें अच्छे संस्कार सिखाए जाते हैं. मेघालय भारत का एक सुंदर राज्य है. नीचे गंगा नदी के दृश्य में कुछ शब्द लिखे गए हैं. इन शब्दों का प्रयोग करते हुए एक अनुच्छेद लिखिए. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം വേർഡ്സ് എന്തൊക്കെ നോക്കാം. ഇതുപയോഗിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു അനുച്ഛേദം തയ്യാറാക്കണം. നമുക്കിവിടെ ഒരു ചെറിയ പാരഗ്രാഫ് നോക്കാം. ഗംഗ एक पवित्र नदी है. इसका जल बहुत निर्मल और चमकीला होता है. गंगा का उद्भव हिमालय में स्थित गोमुख से होता है. इसके तट पर कई प्रसिद्ध नगर और तीर्थ बसे हुए हैं. यहाँ का वातावरण बहुत शांत होता है. गंगा के किनारे कुछ औद्योगिक नगर भी है. गंगा नदी से लोगों को पानी मिलता है. ഇനിയും കുറെ സെന്റൻസുകൾ ഉണ്ടാക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. मैं काम कर रहा हूँ. मेरे कर्म में लेखनी है. यहाँ पहले वाक्य में कर शब्द का प्रयोग क्रिया के रूप में हुआ है तथा दूसरे वाक्य में कर शब्द का अर्थ हाथ है. कर का एक अर्थ टैक्स भी होता है. इस प्रकार आपने देखा कि अलग अलग वाक्यों में प्रयोग के कारण एक ही शब्द के भिन्न भिन्न अर्थ हो सकते हैं. अब आप भी अपनी पाठ्यपुस्तक और अन्य स्रोतों से ऐसे शब्दों की एक सूची तैयार कीजिए और उनका वाक्यों में प्रयोग कीजिए. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസുകളിൽ കർ കർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇതിന് രണ്ടിനും രണ്ട് മീനിങ് ആണ്. ആദ്യം കാം കർ റഹി ഹെ, ഞാൻ ജോലി ചെയ്യുകയാണ്, അതാണ് കർ.
രണ്ടാമത്തതോ മേരെ കർമ്മേ ലേഖ്നി ഹെ, എന്റെ കയ്യിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടുപിടിക്കുക. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ഫൽ. ഫലിന് നമ്മൾ കഴിക്കുന്ന പഴം എന്നൊരർത്ഥമുണ്ട്. അതുപോലെ പരിണാം, ഇതിന്റെ ഫലം എന്താകും എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്. അതിന്റെ സെന്റൻസ് മുझे आम का फल पसंद है, मेहनत का फल मीठा होता है. ഇനി അതുപോലെ പത്ര. പത്രന്റെ അർത്ഥം ചിട്ടിയാണ്. പക്ഷെ പത്ര എന്ന് പറഞ്ഞാൽ ഇലയ്ക്കും പത്ര എന്ന് പറയാറുണ്ട്. മേനെ മിത്ര കോ പത്ര ലിഖ, പേड़ का पत्र गिर गया. ഇനി ഹാർ. ഹാർ എന്ന് പറഞ്ഞ പരാജയം, തോൽക്കുക, തോൽവിക്ക് ഹാർ മാന, ഹാർ എന്ന് പറയും. ഇനി ഹാർ എന്ന് പറഞ്ഞ മാല, മാലയ്ക്കും ഹാർ എന്ന് പറയും. അപ്പൊ ഖേൽ മേ ഹമാരി ഹാർ ഹുയി, ഉസ്നെ ഗലെ മേ സുന്ദർ ഹാർ പെഹനാ ഹെ. ഇനി കൽ. കൽ എന്ന് പറഞ്ഞാൽ നാളെ, നാളേക്ക് കല്ലാണ് പറയാ, ഇന്നലേക്കും കല്ലാണ് പറയാ. കൽ ബാരിഷ് ഹുയി തി, ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കൽ ഹം ഘൂംനെ ജായേംഗെ, നാളെ ഞങ്ങൾ കറങ്ങാൻ പോകും. സമജ് ആ അനുഭവ്. ഇനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഇമാജിനേഷനിലുള്ള ആൻസേഴ്സ് വേണം എഴുതാൻ. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രം നോക്കുകയാണ്. गंगा नदी के साथ तीर्थ स्थलों के जुड़ने को क्या कारण हो सकते हैं? ഗംഗാ നദിയുടെ അടുത്തയച്ച് ആളുകൾ കുറെ പിൽഗ്രിമേജ് സെന്റേഴ്സ്, പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഗംഗാ നദിയുടെ തീരത്ത് അതൊക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? ഗംഗാ നദി കോ പവിത്ര മാനാ ജാത്താ ഹെ, ഗംഗാ നദിയെ പവിത്രമായ നദിയായിട്ടാണ് കാണുന്നത്. ലോഗ് ഇസ്കെ ജൽ സെ പൂജ ഓർ ധാർമ്മിക് കാര്യ കർത്തേ ഹെ, ഗംഗാ ജലം ഉപയോഗിച്ചിട്ട് ആളുകൾ പൂജയൊക്കെ ചെയ്യും. लोगों का विश्वास है कि गंगा में स्नान करने से उनके सभी पाप धुल जाते हैं. ആളുകൾ ഇങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്, അതിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ പറ്റും. ഇസ്ലിയെ ഗംഗാ നദി കെ കിനാരെ കൈ തീർത്ഥസ്ഥാൻ ബനെ ഹെ. അപ്പൊ ബേസിക്കലി ആളുകളുടെ വിശ്വാസം, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകള് നദിയെ പവിത്രമായിട്ടും അതൊരു ദൈവികമായിട്ടും വിചാരിക്കുന്നത് കൊണ്ടാണ് തീർത്ഥസ്ഥാനങ്ങൾ ആ നദിയുടെ കരയിലുള്ളത്. രണ്ടാമത്തത് यदि नदियां दिन प्रतिदिन प्रदूषित होती रहेंगी तो हम पर क्या प्रभाव पड़ेगा? ഈ നദിയൊക്കെ പൊല്യൂട്ടഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണത്? यदि नदियां प्रदूषित होती रहेगी तो हमें स्वच्छ पानी नहीं मिलेगा, നമുക്ക് ക്ലീൻ വാട്ടർ കിട്ടില്ല. इससे बीमारियां फैलेगी और पर्यावरण को नुकसान होगा. ക്ലീൻ ആയിട്ടുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. അതുപോലെ നമ്മുടെ ചുറ്റുപാടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. पाड़ में कानपुर को भारत का प्रसिद्ध औद्योगिक नगर कहा गया है. यहाँ औद्योगिक नगर के क्या ആശയ है? എന്താണ് ഔദ്യോഗിക് നഗർ എന്ന് പറഞ്ഞാൽ? ഔദ്യോഗിക് നഗർ എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. കുറെ ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെയുള്ള ഒരു സിറ്റിക്കാണ് ഔദ്യോഗിക് നഗർ എന്ന് പറയുന്നത്. औद्योगिक नगर वह नगर होता है जहां बहुत से कारखाने होते हैं, कुरे फैक्ट्रीज और उद्योगों से जुड़े कार्य किए जाते हैं. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ജോലി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾക്കാണ് ഔദ്യോഗിക് നഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യണം. ഇതിന്റെ അവസാനത്തെ ഒരു പോർഷൻ വേറെ വീഡിയോ, പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.